നടി ആക്രമിച്ച കേസിൽ പ്രതി പൾസർ സുനിക്ക് കർശന വ്യവസ്ഥകളോടെ വിചാരണ കോടതി ജാമ്യം അനുവദിച്ചു. കോടതിയുടെ അനുമതിയില്ലാതെ എറണാകുളം വിട്ടുപോകരുത്, ഒരു സിമ്മിൽ കൂടുതൽ ഉപയോഗിക്കരുത് തുടങ്ങിയ ജാമ്യ വ്യവസ്ഥകളാണുള്ളത്. പൾസർ സുനിക്ക് റൂറൽ പോലീസ് സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് കോടതി നിർദ്ദേശിച്ചു. പൾസർ സുനിക്ക് ജാമ്യം നൽകുന്നത് അതിജീവിതയുടെ ജീവന് ഭീഷണിയാകരുതെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. സിജോ ബി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, വിചാരണ കോടതിയിൽ ജാമ്യ വ്യവസ്ഥകളൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എപ്പോഴായിരിക്കും പൾസർ സുനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങുക? നടിയെ ആക്രമിച്ച കേസിലാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. നേരത്തെ സുപ്രീം കോടതിയിൽ ജാമ്യം ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജാമ്യ വ്യവസ്ഥകൾ വിചാരണ കോടതി തീരുമാനിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഇനി ഒരു കേസിൽ കൂടി സുനിക്ക് ജാമ്യം കിട്ടേണ്ടതുണ്ട്. ജയിലിൽ വെച്ച് ഫോൺ ഉപയോഗിച്ചു എന്ന കേസാണിത്. ആ കേസിൽ ജാമ്യം ലഭിച്ചാൽ അധികം വൈകാതെ തന്നെ പുറത്തിറങ്ങാം. ഒരുപക്ഷെ ഇന്ന് വൈകിട്ടോടുകൂടി പുറത്തിറങ്ങാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ആ കേസിൽ കൂടി ജാമ്യം ലഭ്യമാവേണ്ടതുണ്ട്. എന്തായാലും ഏകദേശം ഒരു 2 മണിക്കൂറോളം വാദം കേട്ടതിന് ശേഷമാണ് അയാൾക്ക് ജാമ്യ വ്യവസ്ഥകൾ കോടതി അംഗീകരിച്ചിരിക്കുന്നത്. ശക്തമായ വ്യവസ്ഥകൾ വേണമെന്നുള്ളൊരു കാര്യം പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ജാമ്യ വ്യവസ്ഥകൾ തീരുമാനിച്ചിരിക്കുന്നത്. കോടതിയുടെ അനുമതിയോടുകൂടി മാത്രമേ എറണാകുളം ജില്ല വിട്ടുപോകാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, മാധ്യമങ്ങളോട് സംസാരിക്കരുത്, സാക്ഷികളെ സ്വാധീനിക്കരുതെന്ന് പറയുന്നുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു ഫോൺ നമ്പർ മാത്രമേ സുനി ഉപയോഗിക്കാൻ പാടുള്ളൂ. സുനി ഉപയോഗിക്കുന്ന നമ്പർ കോടതിയെ കൈമാറുകയും ചെയ്യണം. സുനി ആരോടൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് സംബന്ധിച്ച ഒരു കൃത്യമായ വിവരം ഇതിലൂടെ പോലീസിന് ലഭ്യമാകുകയും ചെയ്യും. ഇനി മറ്റേതെങ്കിലും ഫോൺ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമാകുകയും ചെയ്യും. അങ്ങനെ സുനിയുടെ ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കുന്ന തരത്തിലേക്കുള്ള ഒരു വ്യവസ്ഥകൾ തന്നെയാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നതും കോടതി അത് അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. 1 ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ 2 ആൾജാമ്യവും കൂടിയുണ്ട്. നേരത്തെ പ്രോസിക്യൂഷൻ ഇത് വാദത്തിനിടയിൽ സാക്ഷികളെ ആരെയും കാണരുതെന്ന് പറഞ്ഞിരുന്നു. ഈ സുനിയുടെ അമ്മ ഒരു സാക്ഷിയാണ്, അമ്മയെപ്പോലും കാണാൻ സാധിക്കില്ല എന്നുള്ളൊരു പ്രധാന കാര്യം ചോദിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഈ സുനിയുടെ സുരക്ഷ സംബന്ധിച്ച കാര്യവും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. സുനിക്ക് ഭീഷണി നേരിടുന്നു എന്നൊരു കാര്യമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നത്. എന്തുകൊണ്ടാണ് ഈ കാര്യം നേരത്തെ ഉന്നയിക്കാത്തെന്നുള്ള കാര്യം കോടതി ചോദിക്കുകയും ചെയ്തു. മാത്രമല്ല, സുനിയുടെ സുരക്ഷ എറണാകുളം റൂറൽ പോലീസിന് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ചുമതല എറണാകുളം റൂറൽ SP കൂടിയാണ്. പുറത്തിറങ്ങിയതിന് ശേഷം ഇയാളുടെ സ്വഭാവം സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പ്രൊബേഷൻ ഓഫീസറോട് റിപ്പോർട്ടായി നൽകാനും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അടുത്ത കേസിൽ കൂടി ജാമ്യം ലഭിച്ചാൽ ഒരുപക്ഷെ ഇന്ന് തന്നെ സുനി പുറത്തിറങ്ങാൻ സാധ്യതയാണുള്ളത്. സിജോ, ഈ നടിയെ ആക്രമിച്ച കേസിൽ ഈ കർശന വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചപ്പോൾ പ്രോസിക്യൂഷന്റെ ആവശ്യങ്ങൾ പ്രധാനമായും എന്തൊക്കെയായിരുന്നു? പ്രോസിക്യൂഷൻ കൃത്യമായും സുനിയെ നിരീക്ഷിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. കാരണം ജില്ല പോകാൻ ഒരിക്കലും അനുവദിക്കരുത്, അതോടൊപ്പം തന്നെ സാക്ഷികളെ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് നീങ്ങരുതെന്നുള്ള കാര്യമാണ് പറഞ്ഞിരുന്നത്. ഈ 2 കാര്യങ്ങളിലും കോടതി എന്തായാലും അനുകൂലമായ തീരുമാനങ്ങളിലേക്ക് വന്നിരിക്കുന്നു പറയേണ്ടി വരും. പക്ഷേ ചില ഘട്ടങ്ങളിൽ പ്രോസിക്യൂഷന് കോടതിയുടെ ഭാഗത്തുനിന്ന് വിമർശനങ്ങളും ഏൽക്കേണ്ടി വന്നു. കാരണം അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, സാക്ഷികളെ കാണരുത് എന്ന് പറഞ്ഞപ്പോൾ കോടതി ഒരു കാര്യം ചോദിക്കുന്നുണ്ടായി. സുനിയുടെ അമ്മ ഒരു സാക്ഷിയാണ്, അമ്മയെപ്പോലും കാണാൻ പറ്റില്ല എന്നാണ് ചോദിക്കുന്നതെന്ന് ഒരു കാര്യം പറഞ്ഞു. മറ്റൊരു കാര്യം, ഈ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങളിലും ഒരു വിമർശന വിധേയമായ ഒരു കാര്യം തന്നെയാണ് കോടതി പ്രോസിക്യൂഷനോട് ചോദിച്ചത്. സുനിക്ക് ഭീഷണി നേരിടുന്നു എന്നുള്ള ഒരു കാര്യം പറഞ്ഞപ്പോൾ അങ്ങനെ ഭീഷണി നേരിടുന്ന ആൾ എല്ലാ ദിവസവും പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഭീഷണി നേരിടുന്ന ഒരാൾക്ക് ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുകയാണ് ചെയ്യേണ്ടത്. അതിന് പകരം അയാൾക്ക് സുരക്ഷ കൊടുക്കുക എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഈ 2 കാര്യങ്ങളിൽ മാത്രമാണ് വിമർശനങ്ങൾ വന്നത്. എന്തായാലും പ്രധാനപ്പെട്ട മറ്റ് കാര്യങ്ങളിൽ എല്ലാം പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. എന്തായാലും പുറത്തിറങ്ങിയാൽ പോലും പോലീസിന്റെ കർശനമായ നിരീക്ഷണത്തിൽ തന്നെ തുടരുന്ന തരത്തിലുള്ള വ്യവസ്ഥകളാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. അത് കോടതി അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. നടിയെ ആക്രമിച്ച കേസിലാണ് പ്രതി പൾസർ സുനിക്ക് കർശന വ്യവസ്ഥകളോടുകൂടി വിചാരണ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. സിജോ ബി ജോണാണ് വിവരങ്ങൾ നൽകിയത്.